സ്വാഗതം ടോപ് 10ലേക്ക്. തെരഞ്ഞെടുപ്പ് ആവേശമാണെങ്ങും. ആ ആവേശം വിവാദങ്ങളായി, ആരോപണങ്ങളായി ഉയർന്നുയർന്ന സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി ഇപ്പോൾ സൂക്ഷ്മ പരിശോധനയിൽ വരെ എത്തി നിൽക്കുന്നു. പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഡീലിലുമെത്തി. വികസന വഴിയെ പോകാതെ വിവാദ വഴിയെ നീങ്ങുന്ന പതിവ് രീതി പിന്തുടരുകയാണ് നേതാക്കളും പാർട്ടികളും. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. തീരാതെ ഡീൽ വിവാദം. കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരമുണ്ടാക്കിയത് കോൺഗ്രസ് എന്ന മുഖ്യമന്ത്രി. CPM BJP ഡീൽ ആവർത്തിച്ച് VD സതീശൻ. നാടുനീളെ വ്യഭിചരിച്ച് നടന്നവരെ പ്രതിപക്ഷ നേതാവ് ന്യായീകരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി. PT കുഞ്ഞുമുഹമ്മദിനെതിരായ പീഡന പരാതി മുഖ്യമന്ത്രി പൂഴ്ത്തിയെന്ന് പ്രതിപക്ഷ നേതാവ്. G സുധാകരനെതിരായ പരാമർശത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. ചെറ്റ എന്ന് വിളിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ് ഉദ്ദേശിച്ചതെന്നും വിശദീകരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ആകെ ലഭിച്ച 2125 പത്രികകളിൽ 337 തള്ളി. പരാതികൾ തള്ളി VD സതീശന്റെ പത്രിക സ്വീകരിച്ചു. രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക സ്വീകരിച്ചതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന ഇടത് വലത് മുന്നണികൾ. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാന്റെ നാമനിർദ്ദേശ പത്രിക പരിശോധിക്കുന്നത് നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കേണ്ടതിന്റെ പ്രാധാന്യം മോദിയെ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സർവകക്ഷി യോഗം വിളിച്ച കേന്ദ്ര സർക്കാർ. പ്രതിസന്ധി മറികടക്കാൻ സമയം വേണ്ടിവരുമെന്ന് രാജ്യസഭയിൽ പ്രധാനമന്ത്രി. സമാധാനത്തിന് ഇറാൻ ഒരവസരം കൂടി നൽകുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മതം മാറിയവർക്ക് പട്ടികജാതി ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്ന് സുപ്രീം കോടതി. പട്ടികജാതി പദവി ഹിന്ദു, സിഖ്, ബുദ്ധ മതസ്ഥർക്ക് മാത്രമെന്ന് കോടതി. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിർബന്ധമാക്കരുതെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതി. തീരുമാനമെടുക്കേണ്ടത് പള്ളിക്കമ്മിറ്റിയെന്നും ശബരിമല യുവതീ പ്രവേശന കേസ് പരിഗണിക്കുന്ന ബെഞ്ചിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ട്രാൻസ്ജെൻഡർ ബില്ല് പാസാക്കി ലോക്സഭ. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ഉത്തരവ് കോടതിയലക്ഷ്യ ഹർജി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ അപ്പീലിൽ. ഓടക്കാലി, മഴവന്നൂർ, ചെറുകുന്നം തുടങ്ങിയ പള്ളികളിൽ തൽസ്ഥിതി തുടരാൻ നിർദ്ദേശം. വ്യക്തിയവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട നടൻ മോഹൻലാൽ നൽകിയ ഹർജിയിൽ പുതിയ അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി. തന്റെ ശബ്ദം, ചിത്രം, സംഭാഷണങ്ങൾ എന്നിവ AI വീഡിയോകളിലും പരസ്യങ്ങളിലും അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടയണമെന്ന ഹർജിയിൽ. കേസ് വീണ്ടും വെള്ളിയാഴ്ച പരിഗണിക്കും. റിപ്പോർട്ടർ ചാനലിന് സുരക്ഷാ അനുമതിയില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതിയിൽ. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്നും കേന്ദ്രം. നിയമപ്രകാരം നടപടി സ്വീകരിക്കാമെന്ന് സാബു M. ജേക്കബിന്റെ ഹർജിയിൽ ഹൈക്കോടതി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 19ാം സീസണ് തുടക്കം കുറിക്കാൻ ഇനി 4 നാൾ മാത്രം. ടീമുകളെ ആശങ്കയിലാക്കി സൂപ്പർ താരങ്ങളുടെ പരിക്ക്. സാം കറനും നഥാൻ എലിസും ഉൾപ്പെടെയുള്ളവർക്ക് പകരം പുതിയ താരങ്ങളെത്തി. ആദ്യ മത്സരം ശനിയാഴ്ച വൈകിട്ട് ബംഗളൂരുവും ഹൈദരാബാദും തമ്മിൽ. ടിക്കറ്റ് റദ്ദാക്കലിൽ മാറ്റങ്ങളുമായി റെയിൽവേ. റീഫണ്ട് ലഭിക്കാൻ യാത്ര പുറപ്പെടുന്നതിന് 8 മണിക്കൂർ മുമ്പ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം. 72 മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്താൽ പരമാവധി റീഫണ്ട് ലഭിക്കും. 24 മണിക്കൂർ മുമ്പെങ്കിൽ 25% ചാർജ് ഈടാക്കും. അരമണിക്കൂർ മുമ്പ് വരെ ബോർഡിംഗ് പോയിന്റ് മാറ്റാം. സ്റ്റോറി ഓഫ് ദി ഡേ. ജീവിതത്തിന് നിറം ചാർത്തും വരയിലെ വർണ്ണങ്ങൾ. ഡീലിലെ ഉടക്ക് തീരുന്നില്ല. ആരോപണം തുടങ്ങിവെച്ച VDക്ക് ഇന്ന് മുഖ്യമന്ത്രി കനത്ത മറുപടി കൊടുക്കുന്നത് കണ്ടു. AKG പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസിനും RSSനും ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എന്നറിയിച്ച കോൺഗ്രസ് BJP ബന്ധത്തിന് ഉദാഹരണം നിരത്തുകയാണ് അദ്ദേഹം. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരമിട്ടത് കോൺഗ്രസ് ആണെന്നും വാദിച്ചു. അതിനുള്ള മറുപടിയായി ശ്രീ M-ന്റെ മധ്യസ്ഥതയിൽ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയത് ആരാണെന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. എന്തായാലും ഡീലിലെ ചോദ്യങ്ങളും മറുചോദ്യങ്ങളും തീരുന്നില്ല.
എന്ത് അസംബന്ധവും എഴുന്നള്ളിക്കാൻ പ്രതിപക്ഷ നേതാവിന് ഒരു മടിയുമില്ലെന്നാണ് ഡീൽ എന്ന ആരോപണത്തിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. കേരളത്തിൽ ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരമുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നും പിണറായി പറഞ്ഞു. അത്ര പച്ചയായി RSSുമായി പണ്ടേ കൂട്ടുകൂടുന്നവരാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി. ഒരു നാണോ ഉളുപ്പുമില്ലാതെ അതെല്ലാം ചെയ്തവരാണ്. കേരളത്തിൽ എന്തെല്ലാം അനുഭവം, എല്ലാത്തിൻ്റെയും ലിസ്റ്റ് ഞാൻ അവതരിപ്പിക്കണം. എന്നാൽ ഡീൽ ആരോപണം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയത് ആരാണെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അപ്പോൾ വ്യാപകമായി നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂർ, ഏറ്റുമാനൂർ, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. മുഖ്യമന്ത്രി എന്തിനാ പ്രകോപിതനാവുന്നത്? മുഖ്യമന്ത്രി കോലീബി എന്ന് പറയാ. ആ മുഖ്യമന്ത്രിയല്ലേ RSSന്റെ കൂടെ പിന്തുണയോടുകൂടി ജയിച്ച് MLA ആയത് 77? ആർക്കറിയാൻ പാടില്ലാത്തത്? രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമണം നടത്തുന്ന പിണറായി പ്രധാനമന്ത്രിക്കെതിരെ ഒന്നും സംസാരിക്കുന്നില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. പിണറായി വിജയൻ ഒത്തുകളിക്കുകയാണ്, BJPയുമായിട്ട് ഒത്തുകളിക്കുകയാണ്. അതാണ് ലാവ്ലിൻ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത്. അതാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഇപ്പോൾ അത് ആവിയായി പോകുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും മകനുമെതിരെയുള്ള ED അന്വേഷണം മരവിപ്പിച്ച് നിർത്താൻ അവർക്ക് സാധിക്കുന്നത്. പൊളിറ്റിക്കൽ ഡീൽ പുറത്തുവരുന്നതിന്റെ അസ്വസ്ഥതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നതെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. കേരളത്തിൽ CPMഉം BJPയും RSSും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് അപ്പോൾ ഇത് ആരംഭിച്ചിട്ട് കുറേ നാളുകളായി. അതേസമയം ഡീൽ ലീഗും BJPയും തമ്മിലാണെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ആരോപിച്ചു. 2021 ഗുരുവായൂരിൽ CPM BJP ഡീൽ നടന്നതായാണ് ആരോപണം. ഗുരുവായൂരിലെ UDF സ്ഥാനാർത്ഥിയായ KNA ഖാദറിന്റെ ആത്മകഥയിലാണ് ആരോപണമുയർന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഡീൽ ആരോപണമല്ലാതെ മറ്റൊരു വിഷയവും പ്രചരണത്തിൽ കൊണ്ടുവരാൻ മുന്നണികൾക്ക് കഴിയുന്നില്ല. പതിറ്റാണ്ടുകളായി തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ കേട്ടുകൊണ്ടേയിരിക്കുന്ന കോലീബി സഖ്യമെന്ന ആരോപണത്തിനപ്പുറം ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഡീൽ ആരോപണം ശക്തി പ്രാപിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശകലനങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, എന്തായാലും ഈ പറഞ്ഞതുപോലെ ഡീലിൽ തുടങ്ങിയ വിവാദം അങ്ങനെ ആളിക്കത്തുകയാണ്. ഉരുളയ്ക്കുപ്പേരി പോലുള്ള മറുപടികൾ, ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇന്നും നേതാക്കൾ കളം നിറയുന്നതൊക്കെ നമ്മൾ കണ്ടു. പറഞ്ഞതുപോലെ വേറൊന്നും ഉന്നയിക്കാനില്ലാത്തതുപോലെ മുന്നണികളാകെ ഒതുങ്ങുന്നൊരു കാഴ്ചയാണോ കാണാൻ സാധിക്കുന്നത്? ശ്രീയ, തീർച്ചയായും ഈ ഡീൽ ആരോപണത്തിൽ ചുറ്റിപ്പറ്റി തന്നെയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. അത് കളം നിറയുന്നു. അതായത് ഇന്ന് ഒരു 4 ദിവസം പിന്നിട്ട് ഇതിപ്പോൾ 5ാമത്തെ ദിവസമാകുമ്പോഴും ഡീൽ ആരോപണത്തിനപ്പുറത്തേക്ക് മറ്റൊരു വിഷയവും തന്നെ ഈ 3 രാഷ്ട്രീയ പാർട്ടികൾക്കും കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഈ UDF ആണ് ഈ ഒരു വിഷയം ആദ്യമായി കൊണ്ടുവരുന്നത്. അതായത് പാലക്കാട്ടെ സീറ്റിൽ ഒരു ഡീലുണ്ട്, അതായത് CPMഉം BJPയും തമ്മിൽ പാലക്കാട് ഡീലുണ്ട് എന്ന് പ്രതിപക്ഷം ആദ്യമായി ഈ വിഷയം കൊണ്ടുവരുന്നു. അതിനുശേഷം ഇതിന് പ്രത്യുപകാരമായി ഏറ്റവും കൂടുതൽ 10 മണ്ഡലത്തിലെങ്കിലും CPM BJPയും തമ്മിൽ ഡീൽ നടക്കുന്നു. അതായത് പ്രത്യുപകാരമായി BJP ദുർബലരായ 10 സ്ഥാനാർത്ഥികളെ 10 ഇടങ്ങളിൽ നിർത്തുന്നു എന്നൊരു ആരോപണം ശക്തമായി കോൺഗ്രസ് കൊണ്ടുവരുന്നു. അതിനെ ഏറ്റുപിടിച്ച് BJPയും ഒപ്പം തന്നെ CPMഉം തന്നെ ശക്തമായി രംഗത്ത് വരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു വിഷയവും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും അധികം എടുത്തു പറയേണ്ടത്. സാധാരണയായി ഇത്തരം വിഷയങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ ഡീൽ ആരോപണം പരസ്പരം 3 മുന്നണികളുമൊക്കെ ആരോപിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാനായി CPM ആയാൽ പോലും കോലീബി സഖ്യം എന്ന ആരോപണം വളരെ ശക്തമായി. ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം തന്നെ കോലീബി സഖ്യം എന്തുണ്ടായി അതിനൊരു ചരിത്രമൊക്കെ നിയമമൊക്കെ എടുത്തു പറഞ്ഞാണ് മുഖ്യമന്ത്രി ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ സമയത്ത് മറ്റൊരു വിഷയവും, പ്രത്യേകിച്ച് ഇന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം എന്ന് പറയുന്നത് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഈ വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇതിനപ്പുറത്തേക്ക് മറ്റൊരു വിഷയത്തിലേക്കും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നത് അവരെ സംബന്ധിച്ചൊരു ദയനീയ അവസ്ഥ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ ചൂടേറിയ ഈ വോട്ട് രാഷ്ട്രീയം മാത്രം, ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ മാത്രം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്തുകൊണ്ടെന്നത് 3 രാഷ്ട്രീയ പാർട്ടികളും സ്വയം വിലയിരുത്തേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ അവസരത്തിൽ. കാരണം അതിനപ്പുറത്തേക്ക് മറ്റൊന്നിലും ഇവർക്ക് എന്തുകൊണ്ട് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഈ ഒരു വിഷയം കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് മറ്റു പല ലക്ഷ്യങ്ങളും കോൺഗ്രസിനുണ്ട്. കാരണം ഈ കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം അവർക്കിടയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ ഉൾപ്പെടെ, അതായത് അവർക്കൊരു കൃത്യമായൊരു ലീഡർഷിപ്പ് ഇല്ല, ഇനി ഒരുപക്ഷെ അധികാരത്തിൽ വന്നാൽ പോലും മുഖ്യമന്ത്രിക്കായി ചർച്ചകൾ അടിപിടി കൂടും എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകളൊക്കെ തന്നെ ഇവിടെ അവസാനിപ്പിച്ച് ഈ ഡീൽ ചർച്ചയിലേക്ക് കൊണ്ടുവന്നതോടെ
മറ്റ് വിഷയങ്ങളൊക്കെ തന്നെ കോൺഗ്രസിലെ സംഘടനാ ദൗർബല്യം അടക്കമുള്ള ഒരു വിഷയങ്ങളൊക്കെ തന്നെ അവസാനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. കാരണം എല്ലാ ദിവസവും അവർ ഈ ഡീൽ ആരോപണം കൊണ്ടുവരുമ്പോൾ അതൊക്കെ ഹെഡ്ലൈനായി മാറുകയും അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിന് മറുപടി പറയും, മറ്റൊരു വിഷയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നു. അതേസമയം ഭരണപക്ഷം ഇപ്പോഴും ആലോചിക്കേണ്ടത് 10 വർഷം ഭരിച്ചൊരു പാർട്ടിയാണ്. അവർ ഈ കൊണ്ടുവന്ന ഈ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളൊന്നും തന്നെ ഈ നിർണായക തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ചർച്ചാ വിഷയമാക്കാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെയും പ്രതിപക്ഷത്തിന് നിരവധി വിഷയങ്ങളാണ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള എത്രയോ വിഷയങ്ങളുണ്ട്. അതൊന്നും തന്നെ ഈ പ്രചാരണ സമയത്ത് ഇനി ആകെയുള്ളത് 12-13 ദിവസം മാത്രമാണുള്ളത്. ഈ വിഷയത്തിലോ ഈ ദിവസങ്ങളിലൊന്നും തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ വിഷയങ്ങളോ വികസന വിഷയങ്ങളോ ഒന്നും തന്നെയും കൊണ്ടുവരാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ശ്രീജ. തീർച്ചയായും അൺഫിൽഡ്, എന്തായാലും ഈ പറഞ്ഞതുപോലെ തങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ സംസ്ഥാനത്ത് പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി ഡീൽ ഒതുങ്ങുന്നു എന്നുള്ളൊരു സംശയമാണ് ജനങ്ങൾ ചോദിച്ചു പോകുന്നത്. അതിനിടെ 2021 ഗുരുവായൂരിൽ CPM BJP ഡീൽ നടന്നതായി ഗുരുവായൂരിലെ UDF സ്ഥാനാർത്ഥിയായ KM ഖാദറിന്റെ ആത്മകഥയിൽ ആരോപണം. ഡീലിന് ചുക്കാൻ പിടിച്ചത് പിണറായി വിജയൻ. ഗുരുവായൂരിലെ ഒക്കച്ചങ്ങാതിമാർ എന്ന അധ്യായത്തിലാണ് ആരോപണമുള്ളത്. BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് ഡീലിന്റെ അടിസ്ഥാനത്തിലെന്നാണ് പുസ്തകത്തിലെ പരാമർശം. മുഖ്യമന്ത്രിയുടെ ചെറ്റത്തരം പരാമർശം നിഘണ്ടു വച്ച് ന്യായീകരിച്ച ഇടത് നേതാക്കൾ എത്തിയതിനു പിന്നാലെ പ്രയോഗത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യം ഇന്ന് നേരിട്ട് മുഖ്യമന്ത്രി വിശദമാക്കി. സുധാകരനെ ചെറ്റ എന്നല്ല വിളിച്ചത്, ചെയ്തത് രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ് പറഞ്ഞത്. ചെറ്റത്തരം എന്ന വാക്ക് എന്നാണ് അശ്ലീലമായി മാറിയതെന്ന ചോദ്യവും പിണറായി ഉന്നയിച്ചു. സുധാകരനെതിരായ പരാമർശത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. താൻ സുധാകരന്റെ രാഷ്ട്രീയ ചെറ്റത്തരത്തെയാണ് വിമർശിച്ചതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഞാൻ സുധാകരനെ ചെറ്റ എന്ന് വിളിക്കണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ എല്ലാം ഭാഗം കേട്ടോ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ? ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരായ KC വേണുഗോപാലിന്റെ പരാമർശത്തിനും മറുപടിയുണ്ടായി. സമനില തെറ്റിയത് തനിക്കല്ല, ആർക്കാണ് സമനില തെറ്റിയതെന്ന് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമനില തെറ്റുന്ന ആർക്കാണെന്ന് നല്ലോണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആളുകൾ. എനിക്ക് സമനില തെറ്റേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും. നടിയെ ആക്രമിച്ച സംഭവത്തിൽ അതിജീവിതയ്ക്ക് ഒപ്പമാണെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. നാട് മുഴുവൻ വിഭജിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ വലിയ തോതിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവരെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു? അതല്ലേ പ്രതിപക്ഷ നേതാവും സംഘവും ചെയ്തത്. അമൃത ന്യൂസ്, ഇടുക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ സ്വത്തുക്കളും ആസ്തിയുമൊക്കെ ചർച്ചയായ ദിവസമാണ് ഇന്ന്. കാരണം നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനാ ദിനമായിരുന്നു ഇന്ന്. നേമത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെയും കുന്നത്തൂരിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോന്റേതും ഉൾപ്പെടെ പല പത്രികകളിന്മേലും പരാതി ഉയർന്നിരുന്നു. പക്ഷേ പിന്നീട് വിശദീകരണം കേട്ട ശേഷം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക സ്വീകരിച്ചതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് UDFും LDFും. സംസ്ഥാനത്ത് ആകെ ലഭിച്ച 2125 പത്രികകളിൽ 337 തള്ളി. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ 2125 പത്രികകളിൽ 1637 പത്രികകൾ സ്വീകരിച്ചു. 337 പത്രികകളാണ് തള്ളിയത്. ഇതിൽ അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധാകരന്റെ അപരന്റെ പത്രികയും ഉൾപ്പെടുന്നുണ്ട്. നേമത്തെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ സ്വത്തുവിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന UDFന്റെ പരാതിയിൽ മാറ്റിവെച്ച നാമനിർദ്ദേശ പത്രിക പിന്നീട് സ്വീകരിച്ചു. ബംഗളൂരുവിലെ വീടിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കോൺഗ്രസ് ഉന്നയിച്ച പരാതി വരണാധികാരി തള്ളി. പത്രിക സ്വീകരിച്ചതിനെതിരെ UDFും LDFും കോടതിയെ സമീപിക്കും. ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നോമിനേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷ വാർത്ത.
കുന്നത്തൂരിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോന്റെ 2 പത്രികകളും സ്വീകരിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും RSP ലെനിനിസ്റ്റ് സ്ഥാനാർത്ഥിയായുമാണ് കുഞ്ഞുമോൻ പത്രിക നൽകിയിരുന്നത്. ഭരണഘടനാ ലംഘനമാണ് സ്ഥാനാർത്ഥി നടത്തിയതെന്നും 2 പത്രികകളും തള്ളണമെന്നുമായിരുന്നു പരാതിയിലെ ആവശ്യം. എന്നാൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം റിട്ടേണിംഗ് ഓഫീസർ 2 നാമനിർദ്ദേശ പത്രികകളും അംഗീകരിക്കുകയായിരുന്നു. 26-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. അതിനുശേഷമാകും യഥാർത്ഥ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയെ ചൊല്ലിയും ഉണ്ടായി പരാതികൾ. യഥാർത്ഥ വരുമാനം കാണിച്ചില്ലെന്നും വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നും ആരോപിച്ച LDFും NDAയും നൽകിയ പരാതികൾ പക്ഷേ വരണാധികാരി തള്ളി. സതീശൻ നൽകിയ വിശദീകരണം തൃപ്തികരമെന്നാണ് വിലയിരുത്തൽ. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാന്റെ നാമനിർദ്ദേശ പത്രിക പരിശോധിക്കുന്നത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആസ്തി പൂർണ്ണമായും വെളിപ്പെടുത്തിയില്ല എന്നാരോപിച്ചാണ് പറവൂരിലെ LDF സ്ഥാനാർത്ഥി ടൈസൺ മാസ്റ്റർ VD സതീശന്റെ പത്രികയ്ക്കെതിരെ പരാതി നൽകിയത്. വരുമാന സ്രോതസ് വെളിപ്പെടുത്തിയിട്ടില്ല, പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യവും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, തുക എത്ര എന്ന് പറഞ്ഞിട്ടില്ല, സ്വർണത്തിന് മൂല്യം കുറച്ചു കാണിച്ചുവെന്നും ഔദ്യോഗിക വാഹനത്തിന്റെ പേരിൽ ലഭിച്ച ട്രാഫിക് പെനാൽറ്റി തുക അടച്ചു തീർത്തിട്ടില്ല എന്നും പരാതിക്കാർ ആരോപണം ഉന്നയിച്ചു. എന്നാൽ VD സതീശൻ വിശദീകരണം നൽകിയതോടെ വരണാധികാരി നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. കൃത്യമായ തെളിവുകൾ നൽകിയിട്ടും പത്രിക സ്വീകരിച്ചതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് പരാതിക്കാർ അറിയിച്ചു. ആ റിസൾട്ടിന് ശേഷം തീർച്ചയായിട്ടും വാലിഡ് ഗ്രൗണ്ട് അല്ലേ, നമ്മൾ ഉറപ്പായിട്ട് പോകും. വളരെ കൃത്യമായിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലീഗൽ ഗ്രൗണ്ട്സാണ് നമ്മൾ റേസ് ചെയ്തത്. കാരണം 4A അഫിഡവിറ്റ് എന്ന് പറയുന്നത് 33A പ്രകാരമുള്ള നോമിനേഷൻ്റെ കൂടെയുള്ളതാണ്. അത് നോമിനേഷൻ്റെ ഭാഗമാണ്. ഇപ്പം നോമിനേഷൻ്റെ ഒറ്റ കാര്യം, പ്രതിപക്ഷ നേതാവ് എത്ര ശമ്പളം മേടിച്ചു എന്ന് പറയണ്ടേ? 5 കൊല്ലമായിട്ട് അദ്ദേഹം എത്ര ശമ്പളം മേടിച്ചു, അദ്ദേഹത്തിൻ്റെ വരുമാനം എന്താണെന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയില്ലേ? അത് ഡിസ്ക്ലോസ് ചെയ്യണ്ടേ? അത് ചെയ്തിട്ടില്ല. സ്വർണത്തിൻ്റെ വില, ഭാര്യയുടെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ വില ജനങ്ങളോട് പറയണ്ടേ? എല്ലാ മനുഷ്യർക്കും അറിയാം സ്വർണത്തിന് 1,05,800 രൂപയാണ് ഇന്നലത്തെ വില എന്നുള്ളത്. അതെല്ലാം കൂടി കുറച്ച് കാണിച്ചാൽ നുണ പറയാൻ പാടുണ്ടോ? ഇതെല്ലാം കൃത്യമായിട്ട് തെളിവുകൾ സഹിതം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് പരിഗണിച്ചിട്ടില്ല. BJP സ്നേഹിതന്മാർ ഈ ഒബ്ജക്ഷനൊക്കെ ഞങ്ങൾ റേസ് ചെയ്യുമ്പോൾ മൗനം പാലിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനുമായിട്ടുള്ളൊരു കൊളൂഷൻ യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള ആരോപണം കൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരു ഏജന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുക. കേസ് വിവരങ്ങൾ മറച്ചുവെച്ചെന്നാരോപിച്ച് കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാനെതിരെയും പരാതി ഉയർന്നു. റെജി ചെറിയാന്റെ നാമനിർദ്ദേശ പത്രിക പരിശോധിക്കുന്നത് നാളത്തേക്ക് മാറ്റി. മറ്റ് സ്ഥാനാർത്ഥികൾ ആക്ഷേപം ഉന്നയിച്ചതോടെയാണ് 10 മണിയിലേക്ക് ഹിയറിംഗ് മാറ്റിയത്. കോൺഗ്രസിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പത്രികയും സ്വീകരിച്ചു. മൊയ്തീന്റെ സ്വത്ത് വിവരങ്ങളിൽ ക്രമക്കേടുണ്ടെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ രേഖാമൂലം പരാതി നൽകാത്തതിനാൽ മൊയ്തീന്റെ പത്രിക സ്വീകരിക്കുകയായിരുന്നു. കുന്നംകുളത്തെ AC മൊയ്തീന്റെ അപരൻ പൊന്നാനി സ്വദേശി മൊയ്തീനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. നോമിനേഷൻ നൽകുന്നതിന് മുൻപുള്ള പ്രസ്താവന ചട്ടലംഘനമല്ല എന്ന ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ വാദത്തിൽ പ്രതികരണവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇക്കാര്യത്തിൽ നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് എന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന് ശേഷം അന്തിമ നിലപാട് സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ശ്രദ്ധയിൽ വന്ന ഉടൻ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ ഒരു ആക്ഷൻ എടുക്കാൻ നമ്മൾ നിർദ്ദേശിക്കുകയുണ്ടായി. അവിടുത്തെ മീഡിയ കമ്മിറ്റി ആ വീഡിയോ എല്ലാം കണ്ടിട്ട് അതിലെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വയലേഷൻ ഉണ്ടെന്നുള്ളവർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ആക്ഷൻ എടുക്കാൻ നമ്മൾ നീങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പോലീസ് കംപ്ലയിൻ്റ് അടക്കം അവർ ഫയൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയയിലെ പ്രചരിപ്പിക്കുന്ന ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തിന് കൂടി പോയിട്ടുണ്ട്. കണ്ണൂരിൽ വനിതകളെ അണിനിരത്തി ഒരു വാഹന പ്രചരണ ജാഥ ഇന്ന് LDF സംഘടിപ്പിച്ചു. തളിപ്പറമ്പ് സ്ഥാനാർത്ഥി PK ശ്യാമള, പേരാവൂർ സ്ഥാനാർത്ഥി KK ശൈലജ എന്നിവരോടൊപ്പം PK ശ്രീമതിയും ഉണ്ടായിരുന്നു. തളിപ്പറമ്പിൽ നിന്ന് മയിൽ വരെ സംഘടിപ്പിച്ച പരിപാടി സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ടാണ് ശ്രദ്ധേയമായത്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ വ്യത്യസ്തമായ പ്രചരണവുമായാണ് ഇപ്പോൾ LDF മുന്നിട്ടിറങ്ങുന്നത്. ഇത്തരത്തിൽ വനിതാ സംഗമം എന്ന രീതിയിൽ വനിതാ വാഹന പ്രചരണം നടത്തുകയാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള PK ശ്യാമള, പേരാവൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള KK ശൈലജ എന്നിവർക്കൊപ്പം മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള PK ശ്രീമതിയും ഒപ്പം ചേർന്ന് വലിയ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത്. ആദ്യഘട്ട പ്രചരണങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ 2ാം ഘട്ടത്തിലേക്കാണ് LDF കടന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ LDF വനിതാ സ്ഥാനാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായാണ് മഹിളാ കൂട്ടായ്മ തളിപ്പറമ്പിൽ ഒത്തുചേർന്നത്. മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതിയും സ്ഥാനാർത്ഥികൾക്കൊപ്പം ചേർന്നു.
കടുത്ത മത്സരം നടക്കുന്ന പേരാവൂരിൽ രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ പറഞ്ഞു. ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ പ്രചരണ രീതികൾ സ്വീകരിക്കുമല്ലോ. ആ കൂട്ടത്തിൽ മഹിളാ അസോസിയേഷന്റെ നേതാക്കളാണ് ഞാനും ശ്രീമതി ടീച്ചറും ശ്യാമള ടീച്ചറെ വിജയിപ്പിക്കുക എന്നുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളെല്ലാം മറന്ന് കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ LDF പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. ജനങ്ങൾ മാറ്റത്തിനായി കാത്തിരിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച വലിയ ആശ്വാസമാണെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. നോർത്ത് കാരശ്ശേരിയിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. This belongs to our leader Priyanka Gandhi ji's Wayanad constituency. It comes under. This time in Kerala election, the UDF is strongly fighting against the LDF, and the people of Kerala want a change. പറവൂരിൽ VD സതീശന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കണക്കിന് പരിഹസിച്ച് നടൻ സലീം കുമാർ. കേരളം കണ്ടാൽ അമേരിക്കയെ പോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞയാൾ മുഖ്യമന്ത്രിയുടെ ബന്ധു. ആളെ അന്വേഷിച്ചു പോയപ്പോൾ ഊളംപാറയിൽ ചികിത്സയിലായിരുന്നു. കേരളം വ്യവസായ സൗഹൃദമെന്ന് പറഞ്ഞ ആളെയും അന്വേഷിച്ചു പോയപ്പോൾ അവിടെ തന്നെ കണ്ടു. മെസ്സി കേരളത്തിൽ വരാത്തത് സ്വർണ്ണക്കപ്പ് മോഷണം പോകുമോ എന്ന ഭയം മൂലമാണെന്നും സലീം കുമാർ പറഞ്ഞു. എനിക്ക് അവകാശപ്പെട്ട ഒരു സംഭവമുണ്ട്. ഇപ്പോൾ VM പറഞ്ഞ പോലെ അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തുടർച്ചയായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വർഷങ്ങളായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ ഭൂരിപക്ഷത്തിന്റെ ഒരു അംശം എനിക്കുണ്ട്. ഞാൻ അധികം VM ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല. എങ്കിലും രണ്ട് കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. 2-3 കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോൾ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും ഇപ്പൊ പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യനെ അന്വേഷിച്ചു തന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ ഊളംപാറയുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ ഇട്ട്? അല്ല, സലീമിന് അറിയാമല്ലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ. അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. സേവിക്കാൻ ഒരവസരം നൽകണമെന്ന് വിതുമ്പിക്കൊണ്ട് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M. ലിജുവിന്റെ ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥിരം പരാജയപ്പെടുന്ന ആളെന്ന് എതിരാളികൾ പറയുമ്പോൾ ഹൃദയം നുറുങ്ങാറുണ്ടെന്നും പരാജയങ്ങൾ നൽകിയ പാഠം കൂടുതൽ മെച്ചപ്പെടാനുള്ളതാണെന്നും ലിജു പറയുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ പൂർത്തിയായപ്പോൾ സംസ്ഥാനത്താകെ 2,71,42,952 വോട്ടർമാരുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ 30,471 ബൂത്തുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 2,040 പ്രശ്നബാധിത ബൂത്തുകളാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ക്രിട്ടിക്കലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള പോളിംഗ് സ്റ്റേഷൻസ് 2040 ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻസിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ആ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് മൊത്തം ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻസിൻ്റെ ഒരു അനാലിസിസ് നടക്കുന്നത്. ഈ ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻസിന് നമ്മൾ കൃത്യമായിട്ട് മേൽനോട്ടം വയ്ക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഫോഴ്സസ് ഉണ്ടാവും, IT സിസ്റ്റംസ് ഉണ്ടാവും. പിന്നെ അവിടെ വേണ്ടിയിട്ട് ഒബ്സർവർ, കളക്ടറിന് വേണമെങ്കിൽ മൈക്രോ ഒബ്സർവേഴ്സ് അടക്കം ആൾക്കാർ അവിടെ ഡിപ്ലോയ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു മേൽനോട്ടം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ഓഫീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. നിലവിലുള്ള മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അനുസരിച്ചിട്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ്, എല്ലാ ജനങ്ങൾ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് കൃത്യമായിട്ട് പാലിക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വയലേഷൻ ഉണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസ് തുറന്നിരിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമെന്ന ട്രംപിനെ മോദി ഓർമ്മിപ്പിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നാളെ സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട്.
പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധം ലോകത്താകെ ഊർജ പ്രതിസന്ധിക്ക് വഴിവെക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കേണ്ടതിനെ സംബന്ധിച്ച് ചർച്ചയായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ ശ്രമങ്ങൾ തുടരും. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിൽ അനുകൂല നിലപാടാണ് ഇന്ത്യ അറിയിച്ചത്. സംഘർഷം അവസാനിപ്പിക്കാൻ പശ്ചിമേഷ്യൻ നേതാക്കളുമായി സംസാരിച്ചതായും യുദ്ധം അപ്രതീക്ഷിത പ്രതിസന്ധികളാണ് ഉണ്ടാക്കിയതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. भारत के लिए भी ये स्थिति चिंताजनक है. इस युद्ध से हमारे व्यापार के रास्ते प्रभावित हो रहे हैं. इससे पेट्रोल, डीजल, गैस और फर्टिलाइजर जैसे जरूरी सामान की रूटीन सप्लाई प्रभावित हो रही है. പശ്ചിമേഷ്യൻ സംഘർഷവും പ്രതിസന്ധികളും ചർച്ച ചെയ്യുന്നതിനും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുമാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. പ്രതിപക്ഷ കക്ഷി നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സംഘർഷവുമായി ബന്ധപ്പെട്ട് നയതന്ത്ര തലത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ, പ്രതിരോധ തയ്യാറെടുപ്പ്, ഊർജ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സമാധാനത്തിലേക്ക് എത്താൻ ഇറാന് ഒരവസരം കൂടി നൽകാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ ഒത്തുതീർപ്പ് സന്ദേശം ലഭിച്ചെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് ഒരാഴ്ച മുൻപ് തന്നെ മേഖലയിൽ സൈനിക വിന്യാസം നടത്തിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാനെതിരെ ആക്രമണം തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും ഫോണിൽ സംസാരിച്ചുവെന്ന റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. ഇറാനെതിരായ ആക്രമണത്തിന്റെ പശ്ചാത്തലം നെതന്യാഹു ട്രംപിനോട് വിശദീകരിച്ചുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാനെതിരായ സൈനിക നടപടിക്ക് ട്രംപ് നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നുവെന്നും ആക്രമണത്തിന് ഒരാഴ്ച മുൻപ് തന്നെ മേഖലയിൽ സൈനിക വിന്യാസം നടത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം സമാധാനത്തിലേക്ക് എത്താൻ ഇറാന് ഒരു അവസരം കൂടി നൽകാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു. ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കും പവർ പ്ലാന്റുകൾക്കും നേരെ 5 ദിവസത്തേക്ക് സൈനിക ആക്രമണങ്ങൾ നടത്തില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഒത്തുതീർപ്പ് സന്ദേശം ലഭിച്ചുവെന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഇറാനും US ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധത്തിൽ താൽക്കാലിക ആശ്വാസമെന്ന വാർത്തകൾ ഇറാൻ തള്ളുകയാണ്. US പ്രസിഡന്റുമായി ഒരു സമാധാന ചർച്ചയും നടന്നിട്ടില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. സംഘർഷത്തിന് സമ്പൂർണ്ണ പരിഹാരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനുമായി നടത്തിയ ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതി ഉണ്ടെന്നാണ് US പറയുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന തന്റെ മുൻപത്തെ അന്ത്യശാസനം ട്രംപ് 5 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. വിശാലമായ ഒരു കരാർ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നിർണ്ണയിക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത്തവണ ഇറാൻ ഗൗരവമായാണ് കാര്യങ്ങൾ എടുക്കുന്നത്. അവർ ഒരു ഒത്തുതീർപ്പ് കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, സമാധാനം ആഗ്രഹിക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം പരിഹരിക്കാനുള്ള താൽക്കാലിക നടപടികൾ സ്വീകരിച്ചിട്ടും പ്രതിസന്ധി തുടരുകയാണ്. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചുപൂട്ടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. വിറകടുപ്പിലേക്ക് മാറിയവർക്ക് ആശങ്കയായി വിറകിന്റെ വിലയിലും വർധനവുണ്ടായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉടലെടുത്ത പാചകവാതക ക്ഷാമം സംസ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ്. ക്ഷാമത്തെ നേരിടുന്നതിനായി പല താൽക്കാലിക നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പര്യാപ്തമാകാത്ത അവസ്ഥ. ആദ്യഘട്ടത്തിൽ പൂട്ടിയ പല ഹോട്ടലുകളും ഇപ്പോഴും തുറന്നിട്ടില്ല. മറ്റുള്ളവ ഇൻഡക്ഷൻ അടുപ്പുകളിലേക്കും വിറകടുപ്പുകളിലേക്കും മാറിയിട്ടുണ്ട്. എങ്കിലും എത്ര നാൾ ഇത്തരത്തിൽ തുടരാനാകുമെന്ന ആശങ്കയാണ്. വിറകിന്റെ ഡിമാൻഡ് കൂടിയതോടെ വിപണിയിൽ വലിയ വിലയാണ് ഈടാക്കുന്നത്. പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. വലിയ കുറ്റികൾ ലഭിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ചെറിയ കുറ്റികളെങ്കിലും ഉപയോഗിക്കാനുള്ള അനുവാദം ഗവൺമെന്റിൽ നിന്ന് അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധി മാറി കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സർക്കാർ തലത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ഗ്യാസിൻ്റെമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരേനെ ഇതിനുള്ള അനുവാദം തന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഇതുപോലെ ഗ്യാസ് ഇതിലേക്ക് മാറാൻ പറ്റുള്ളൂ. ഹോട്ടലുകളെല്ലാം തുറന്ന് പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. വിറക് കിട്ടാൻ വില കൂടുതലാണ്. വിറക് സാധാരണ വിറവിന് പകുതി വിലയായിരുന്നു, ഇപ്പം അതിൻ്റെ ഇരട്ടി വിലയായി മാറിയിട്ടോ. ഇപ്പോൾ കിലോയ്ക്ക് 12-13 രൂപ വിലയുണ്ട്. അങ്ങനെയല്ല, ഗ്യാസിന്റെ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ നമുക്ക് വിറകിലോട്ട് മാറേണ്ടി വന്നു. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് തീ അടിക്കണം, പുക അടിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ എൻ്റെ അടുത്ത് കൂടെ നിൽക്കാനും ഒക്കില്ല. പല ഹോട്ടലുകളിലും മെനു വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. ഇനിയും ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുമെന്ന് വ്യാപാരികൾ പറയുന്നു. എല്ലാം ഗ്യാസിലൂടെയും പിന്നെ ഇൻഡക്ഷൻ അങ്ങനെയുള്ള സാധനങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിറക് ഉപയോഗിച്ച് കത്തിക്കാനൊക്കെ വലിയ പാടാണ്. നമ്മുടെ സ്റ്റാഫുകളെല്ലാം ഒരു പ്രത്യേക സ്റ്റൈലിൽ ഗ്യാസ് ഉപയോഗിച്ച് നിന്നിരുന്ന സമയത്ത് ഇപ്പോൾ ഇവർ അത്രത്തോളം തൃപ്തരല്ല.
ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്, കാറ്ററിംഗ് എന്നിവരെ അവശ്യ വിഭാഗങ്ങളുടെ കൂടെ പരിഗണിച്ച് 20% പാചകവാതകം അനുവദിക്കാൻ തീരുമാനമുണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും പര്യാപ്തമാകാത്ത സ്ഥിതിയാണ്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സിലിണ്ടറുകൾ ബുക്ക് ചെയ്ത ദിവസങ്ങൾ പലത് കഴിഞ്ഞും കിട്ടാത്ത അവസ്ഥയും സംസ്ഥാനത്തുണ്ട്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സംസ്ഥാനത്തെ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും പൂർണ്ണമായി പൂട്ടുവീഴാനുള്ള സാധ്യതയാണുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിർബന്ധമാക്കരുതെന്നും അതിനുള്ള തീരുമാനമെടുക്കേണ്ടത് പള്ളി കമ്മിറ്റികളാണെന്നും സുപ്രീം കോടതിയോട് അറിയിച്ചിരിക്കുകയാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. ശബരിമല യുവതീ പ്രവേശന കേസ് പരിഗണിക്കുന്ന 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്കായി എഴുതി നൽകിയ വാദത്തിലാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം മതം മാറിയവർക്ക് പട്ടികജാതി ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന് മറ്റൊരു കേസിൽ സുപ്രീം കോടതി ഉത്തരവിട്ടു. രാജ്യത്തെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിർബന്ധമാക്കുന്ന തരത്തിൽ സുപ്രീം കോടതി ഉത്തരവിറക്കരുതെന്നാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചത്. പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾ പ്രവേശിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പള്ളി കമ്മിറ്റികളാണ്. ഇക്കാര്യം കോടതി ഇടപെട്ട് തീരുമാനിക്കുന്നത് ഭരണഘടനയുടെ 26-ാം അനുച്ഛേദ പ്രകാരം ലഭിക്കുന്ന സംരക്ഷണങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാകുമെന്നും ബോർഡ് വ്യക്തമാക്കി. ശബരിമല യുവതീ പ്രവേശന കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്കായി എഴുതി നൽകിയ വാദത്തിലാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വിവിധ മത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങളിൽ ഏപ്രിൽ 7 മുതൽ സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുൻപിൽ വിശദമായ വാദം ആരംഭിക്കും. അതേസമയം മതപരിവർത്തനം ചെയ്താൽ പട്ടികജാതി ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്ന മറ്റൊരു കേസിൽ സുപ്രീം കോടതി നിർണായക ഉത്തരവിറക്കി. ഹിന്ദു പട്ടികജാതിയിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തിയവർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടമാകുമെന്ന ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഹിന്ദു, സിഖ്, ബുദ്ധമതക്കാർക്ക് മാത്രമേ പട്ടികജാതി പട്ടികവർഗ പദവി അവകാശപ്പെടാൻ കഴിയൂ എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അവകാശ സംരക്ഷണ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കി. പ്രതിപക്ഷവും സാമൂഹിക പ്രവർത്തകരും ഉയർത്തിയ ആശങ്കകളും എതിർപ്പുകളും വകവയ്ക്കാതെയാണ് കേന്ദ്രം ശബ്ദ വോട്ടോടെ ട്രാൻസ്ജെൻഡർ പേഴ്സൺ ഭേദഗതി ബില്ല് പാസാക്കിയത്. കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാറാണ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്. ബില്ല് പാസ്സായതോടെ ഇനി മുതൽ സ്വയം ട്രാൻസ്ജെൻഡർ ആണെന്ന് അവകാശപ്പെട്ടാൽ അംഗീകരിക്കില്ല. ജന്മനായുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ, ലൈംഗിക സ്വഭാവ സവിശേഷതകൾ എന്നിവ നോക്കിയാകും സ്വത്വം തീരുമാനിക്കുക. ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് ജനന സർട്ടിഫിക്കറ്റിലെ പേരുമാറ്റാൻ ബില്ലിൽ അനുമതി നൽകുന്നുണ്ട്. ജില്ലാ മെഡിക്കൽ ബോർഡിന്റെ ശുപാർശയോടെ ജില്ലാ മജിസ്ട്രേറ്റ് ആകും ട്രാൻസ്ജെൻഡർ സ്വത്വം അംഗീകരിച്ച് സർട്ടിഫിക്കറ്റ് നൽകുക. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. കോടതിയലക്ഷ്യ ഹർജി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ അപ്പീലിലാണ് ഉത്തരവ്. 2017 സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് സഭാ തർക്കം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലെ പള്ളികൾ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനുള്ള ഉത്തരവ് വന്നിരുന്നു. എറണാകുളം, പാലക്കാട് ജില്ലകളിലെ 6 പള്ളികൾ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിനെ ഏൽപ്പിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. സിവിൽ നടപടി പ്രകാരം സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന് തൽക്കാലം പോലീസ് സംരക്ഷണം നൽകേണ്ട ആവശ്യമില്ലെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. നിയമ നടപടികളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരവ് നടപ്പിലാക്കിയാൽ മതിയെന്നാണ് ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. ഓർത്തഡോക്സ് വിഭാഗം നൽകിയ കോടതിയലക്ഷ്യ ഹർജിയും യാക്കോബായ വിഭാഗം നൽകിയ അപ്പീൽ ഹർജിയുമാണ് കോടതി പരിഗണിച്ചത്. കോടതിയലക്ഷ്യ ഹർജിയിൽ സിംഗിൾ ബെഞ്ചിന് തുടർന്നും നടപടി സ്വീകരിക്കാം. അതിന് ക്രിമിനൽ നടപടി പ്രകാരമുള്ള പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാനാവില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. എറണാകുളം ജില്ലയിലെ ഓടക്കാലി, പുളിന്താനം, മഴുവന്നൂർ, പാലക്കാട് ജില്ലയിലെ മംഗലം ഡാം, എരിക്കിഞ്ചിറ, ചെറുകുന്നം പള്ളികൾ സംബന്ധിച്ച തർക്കമാണ് കോടതിയലക്ഷ്യ ഹർജിയിലെത്തിയത്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കുകയും പള്ളികൾ നിയമ നടപടികളിലൂടെ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറുകയും ചെയ്യേണ്ടതാണ്. അതിന് സിവിൽ നടപടി പ്രകാരം കോടതിയലക്ഷ്യ ഹർജിയുടെ വിധി നടത്തിലൂടെ സിംഗിൾ ബെഞ്ചിന് തന്നെ നടപടി പൂർത്തിയാക്കാമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. അമൃത ന്യൂസ്, കൊച്ചി.